ഇന്നത്തെ നമ്മുടെ ഈ ഒരു കമ്മൽ ഹെവി ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കും സിമ്പിൾ ലുക്ക് ഇഷ്ടപ്പെടുന്നവർക്കും ഒരുപോലെ യൂസ് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളിവിടെ കോപ്പർ വയർ 0.3 mm എടുത്തിട്ടുണ്ട്. ആദ്യം നമുക്കൊരു പീസ് കട്ട് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ബീഡ്സ് കോർത്ത് കൊടുക്കാം. നമ്മളിവിടെ ഒരു 4 ബീഡ് ഫസ്റ്റിൽ തന്നെ കോർക്കുന്നുണ്ട്. പിന്നെ നമുക്കൊരു എക്സ്ട്രാ ഒരു കളർ ബീഡും കൂടി വേണം കേട്ടോ. ഞാനിവിടെ ഗോൾഡൻ ആണ് എടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏതെങ്കിലും കളർ ബീഡ് ഒരെണ്ണം സെപ്പറേറ്റ് എടുക്കുക. അതൊരു ബീഡിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. ഇപ്പോൾ ഇവിടെ നമ്മൾ വൈറ്റ് ബീഡ് 4 എണ്ണം കോർത്തു. അതിന് ശേഷം ഏറ്റവും അറ്റത്ത് കിടക്കുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ ക്രോസ് ആയിട്ട് കമ്പി 2 സൈഡിലേക്കും ഇതുപോലെ ആ ബീഡിൻ്റെ ഉള്ളിലൂടെ കോർത്ത് ടൈറ്റാക്കി ഒന്ന് വലിച്ചു പിടിക്കുക. സെൻറ്ററിൽ കൊണ്ട് നിർത്തുക നമ്മുടെ ബീഡിനെ മൊത്തം. കാരണം 2 സൈഡിലേക്കും നമുക്ക് ലെങ്ത്ത് ഒരേപോലെ കിട്ടണം. ബീഡ്സ് 2 സൈഡിലും കോർത്ത് കൊടുക്കാനുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കോർത്ത് വയ്ക്കാം. ഇനി നമുക്ക് റൈറ്റ് സൈഡിൽ വീണ്ടും ഒരു 4 ബീഡും കൂടി കോർത്ത് കൊടുക്കാം. ഫസ്റ്റിനെ റൈറ്റ് സൈഡിലാണ് കോർക്കുന്നത്. 4 ബീഡ് വീണ്ടും കോർത്ത് കൊടുക്കാം. 4 ബീഡ് കോർത്തിട്ട് നമ്മളിതിനെ വീണ്ടും ഈ ഒരു കമ്പിയിൽ തന്നെയാണ് കേട്ടോ ക്രോസ് ചെയ്ത് പോകുന്നത്. നമ്മുടെ 3 ബീഡിനെ മാറ്റി നിർത്തിയിട്ട് ലാസ്റ്റിലുള്ള ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതിനെ ഈ കമ്പി തന്നെ ഈ കമ്പി തന്നെ നമ്മൾ കോർത്ത് എടുത്തുകൊണ്ട് വരിക. അതേ നോക്കിക്കോളൂ. നമ്മളിത് ആ 3 ബീഡ് മാറ്റി വെച്ചു. ഫസ്റ്റ് നമ്മൾ ലാസ്റ്റിൽ കോർത്ത് നിർത്തിയ 3 ബീഡ് മാറ്റി ഫസ്റ്റ് നമ്മൾ കോർത്ത ആ ഒരു ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഈ കമ്പി തന്നെ നമ്മളത് ഇതുപോലെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് കോർത്ത് നമ്മൾ നല്ല രീതിയിൽ വലിച്ച് ടൈറ്റാക്കി കൊടുക്കുക. നിങ്ങൾക്ക് 0.4 mm കമ്പി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് യൂസ് ചെയ്യാം കേട്ടോ. അപ്പോൾ കുറച്ചും കൂടി സ്റ്റിഫായിട്ട് നിൽക്കും. 5 mm ഒന്നും എടുക്കണ്ട, അത് കുറച്ച് കട്ടി കൂടും. ഇതാവുമ്പോൾ കുറച്ച് ഒന്ന് ലൂസായി വരും. നമ്മൾ വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുത്താൽ മതി. 4 mm ഒക്കെ 0.4 mm ഒക്കെ ആണെങ്കിൽ കുറച്ചും കൂടി പെട്ടെന്ന് ഇത് ഇങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ടൈറ്റായിട്ട് അവിടെ നിൽക്കും. ഇനി നമ്മൾ ഈ റൈറ്റ് സൈഡിൽ തന്നെ ഒരു ഗോൾഡൻ ബീഡ് കോർത്ത് കൊടുക്കുക. ലെഫ്റ്റ് സൈഡിൽ ഒരു വൈറ്റ് ബീഡ് കോർത്ത് കൊടുക്കുക. നമ്മളിപ്പോൾ കോർത്തിരിക്കുന്ന ആ ബീഡ് ലെഫ്റ്റ് സൈഡിൽ കോർത്ത് കൊടുക്കുക. ഇനി നമുക്ക് നമ്മുടെ ഈ ഒരു ഗോൾഡൻ ബീഡ് കോർത്തിരിക്കുന്ന കമ്പി നമ്മുടെ പേൾ ബീഡ് കോർത്തിരിക്കുന്ന കമ്പി ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിലൂടെ ഓപ്പോസിറ്റിലേക്ക് കോർത്ത് കൊടുക്കുക. നമ്മൾ ഗോൾഡൻ ഉദ്ദേശിച്ചത് ഞാൻ ഗോൾഡൻ ബീഡ് എടുത്തതാണ്. നിങ്ങൾ സെപ്പറേറ്റ് എടുക്കുന്ന കളർ ബീഡ് നമ്മൾ അപ്പുറത്തെ സൈഡിലെ ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്ത് വലിച്ച് ടൈറ്റ് ചെയ്ത് നിർത്തുക. ഇനി നമുക്ക് വീണ്ടും നമ്മുടെ റൈറ്റ് സൈഡിലുള്ള ആ ഒരു കമ്പിയിലേക്കാണ് നമുക്ക് ബീഡ്സുകൾ കോർത്ത് കൊടുക്കേണ്ടത്. ആദ്യം നമ്മൾ 2 ബീഡ് ഈ ഒരു കമ്പിയിൽ കോർക്കുക. റൈറ്റ് സൈഡിൽ 2 ബീഡ് സെയിം വൈറ്റ് ബീഡ് തന്നെ കേട്ടോ. 2 കളർ ബീഡിൻ്റെ ആവശ്യമുള്ളൂ. നമുക്ക് ഒരു കളറ് നമുക്ക് ഒറ്റ ബീഡേ വേണ്ടൂ. ബാക്കിയെല്ലാം നമ്മൾ ആദ്യം എടുത്തിരിക്കുന്ന ബീഡാണ്. ഇനി ഇതേ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഒരു ബീഡ് എടുത്തു. ഇനി ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഇട്ടിരിക്കുന്ന ആ ഒരു ബീഡിൻ്റെ കമ്പി ഈ 2 ബീഡിൻ്റെ ഉള്ളിലൂടെയും നമുക്ക് കോർത്തെടുക്കണതാ. ഇതുപോലെ 2 ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർക്കുക, വലിച്ച് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു ഹാർട്ട് ഷേപ്പ് അവിടെ കിട്ടി കണ്ടോ. ഇനി ഈ 2 കമ്പി നമുക്ക് കട്ട് ചെയ്ത് കളയണം. പക്ഷേ അതിന് മുമ്പായിട്ട് നമ്മൾ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെയും കൂടി കോർത്തിട്ട് കട്ട് ചെയ്യാം കേട്ടോ, അല്ലെങ്കിൽ അത് ലൂസായി പോവും. അപ്പോൾ ആ ഒരു ഈ ഒരു ബീഡിൻ്റെ തൊട്ടടുത്ത് നിൽക്കുന്ന ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മൾ ഉള്ളിലേക്ക് കോർത്ത് കൊടുക്കുക. അത് ഉള്ളിലേക്ക് കൊണ്ടുവന്നിട്ട് നമുക്ക് ആ കമ്പി വലിച്ച് ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്താൽ നിങ്ങൾക്ക് വേണമെങ്കിൽ 2 ബീഡിൻ്റെ ഉള്ളിലൂടെയൊക്കെ കോർത്ത് കൊടുക്കാം, കുറച്ചും കൂടി ഉറപ്പ് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മളിപ്പോൾ ഒരു ബീഡിൻ്റെ ഉള്ളിലൂടെ മാത്രമേ കോർക്കുന്നുള്ളൂ. അതിന് ശേഷം നന്നായിട്ട് വലിച്ച് പ്ലയറൊക്കെ വെച്ച് വലിച്ച് ടൈറ്റ് ആക്കിയതിന് ശേഷം കട്ട് ചെയ്ത് കളയാം. ഇങ്ങനെ ആകുമ്പോൾ ഊരിപ്പോവില്ല, അല്ലെങ്കിൽ ലൂസായിട്ട് ഊരിപ്പോകാനുള്ള ചാൻസ് ഉണ്ട്. അതേപോലെ തന്നെ ഓപ്പോസിറ്റ് സൈഡിലുള്ള കമ്പി അതിൻ്റെ തൊട്ടടുത്തുള്ള ബീഡിൻ്റെ ഉള്ളിലൂടെ ഇതുപോലെ കോർത്ത് കൊടുക്കുക. അതിന് ശേഷം വലിച്ച് ടൈറ്റ് ചെയ്ത് കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെയുള്ള ജ്വല്ലറി മേക്കിംഗ് ഒക്കെ പഠിക്കാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഓൺലൈൻ ക്ലാസ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മുടെ അടുത്ത ബാച്ച് സെപ്റ്റംബർ 1st വീക്ക് സ്റ്റാർട്ടാവും. അപ്പോൾ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ കാണിക്കുന്ന നമ്പറിൽ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ടാൽ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ പറഞ്ഞു തരാം കേട്ടോ. ഒരു ബിഗിനർക്ക് എങ്ങനെയാണോ പഠിക്കാൻ പറ്റുന്നത് ആ രീതിയിലാണ് നമ്മൾ ക്ലാസ്സുകളെല്ലാം പ്രൊവൈഡ് ചെയ്യുന്നത്. ഏത് പ്രായക്കാർക്കും പഠിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ക്ലാസ്സിൻ്റെ ഡീറ്റെയിൽസൊക്കെ നിങ്ങളൊരു വാട്സപ്പ് മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മൾ ഡീറ്റെയിൽസ് പറഞ്ഞു തരും. അപ്പോൾ താല്പര്യമുള്ളവർ വേഗം തന്നെ അഡ്മിഷൻ എടുത്തോളൂ. സെപ്റ്റംബറിൽ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കാനുള്ള ആ ഒരു ടൈമും കൂടി കിട്ടും ഇപ്പോൾ തന്നെ ജോയിൻ ചെയ്താൽ കേട്ടോ. അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മുടെ കമ്മലിൻ്റെ പണി കഴിഞ്ഞിട്ടില്ല. ഇനി നമ്മൾ വീണ്ടും ഒരു കോപ്പർ വയറിൻ്റെ ഒരു പീസ് എടുത്ത് ആ ഒരു ഗോൾഡൻ ബീഡിൻ്റെ ഉള്ളിലൂടെ നമ്മളിതാ ഈ ഒരു രീതിയിൽ കോർത്തെടുക്കുക. അതിന് ശേഷം 2 കമ്പിയും കൂട്ടിപ്പിടിച്ച് ഇതുപോലെ പിരിച്ചൊന്ന് കൊടുക്കുക. നമുക്ക് അവിടെ ഒരു ലൂപ്പ് കിട്ടണം. ഇത് നമുക്ക് സ്റ്റഡായിട്ട് വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. നമ്മുടെ ഈ ഒരു കമ്പി കോർക്കാണ്ട് നമ്മുടെ ആ ഗോൾഡൻ ബീഡ് ഉണ്ടല്ലോ അതിൻ്റെ ബാക്കിൽ സ്റ്റഡ് ബേസ് ഒട്ടിച്ച് കഴിഞ്ഞാൽ സ്റ്റഡായിട്ടും യൂസ് ചെയ്യാം. ഇപ്പം നമുക്കിവിടെ ലൂപ്പ് എടുക്കാൻ വേണ്ടിയിട്ട് നമ്മളിതുപോലെ പിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അവിടെ ലൂപ്പ് എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഡയറക്റ്റ് ഇയർ ഹൂക്ക് ഇട്ടിട്ട് വേണമെങ്കിൽ സിമ്പിളായിട്ട് അങ്ങനെയും യൂസ് ചെയ്യാം. നമ്മൾ ലൂപ്പ് എടുത്തതിന് ശേഷം വീണ്ടും ഒരു കമ്പി ഇട്ടിട്ട് നമ്മൾ 2 ബീഡ് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. കുറച്ചും കൂടി ലെങ്ത്ത് കിട്ടാൻ വേണ്ടിയിട്ടും കുറച്ചും കൂടി ഒരു ഭംഗി കിട്ടാൻ വേണ്ടിയിട്ടും ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തതാണ്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇയർ ഹൂക്ക് ജസ്റ്റ് ഇവിടെ നമ്മുടെ ഈ ലൂപ്പിൽ ഇട്ട് കൊടുത്ത് അങ്ങനെ സിമ്പിളായിട്ട് ഹാങ്ങിങ്സ് ചെയ്തിടാം, അല്ലെങ്കിൽ സ്റ്റഡായിട്ട് യൂസ് ചെയ്യാം. അങ്ങനെ വേണമെങ്കിൽ നമുക്ക് ഈ ഒരു കമ്മലിനെ യൂസ് ചെയ്യാം. നല്ല ഭംഗിയാണ് കേട്ടോ കാണാനായിട്ട്. ഡ്രസ്സിന് മാച്ച് ചെയ്തൊക്കെ ചെയ്തെടുക്കാൻ പറ്റും. ഇപ്പോൾ സെറ്റ് മുണ്ട് ഓണത്തിനൊക്കെ വേണമെങ്കിൽ നിങ്ങൾക്ക് സിമ്പിളായിട്ട് ഓഫീസിലും കോളേജിലൊക്കെ പോകുന്ന കുട്ടികൾക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ ഡ്രസ്സിൻ്റെ, അതായത് നമ്മുടെ ഇപ്പോൾ സെറ്റ് മുണ്ടിൻ്റെയൊക്കെ ഇതിൻ്റെ ഡ്രസ്സിന് മാച്ചായിട്ട് കളറുകളിലെ ബീഡ് എടുത്തിട്ട് സെൻറ്ററിൽ ഇതുപോലെ ഗോൾഡൻ കളറും കൂടി കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ലുക്ക് ട്രഡീഷണൽ ലുക്ക്, ഗോൾഡ് വരുമ്പോൾ നമുക്ക് ആ ഒരു ട്രഡീഷണൽ ലുക്ക് കിട്ടുമല്ലോ. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ അങ്ങനെയും ചെയ്യാം.
അപ്പോൾ നമ്മളിത് ആ ലൂപ്പിലേക്ക് വീണ്ടും ഒരു കമ്പി ഇട്ടിട്ട് ഇതുപോലെ വീണ്ടും പിരിച്ചു കൊടുക്കുക. അതിലേക്കാണ് നമ്മുടെ ട്യൂബ് ബീഡ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഇതുപോലെ പിരിച്ച് അതിലേക്ക് ട്യൂബ് ബീഡ് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും ഒരു ലൂപ്പാക്കിയിട്ട് അതിലേക്ക് ഇയർ ഹൂക്ക് ഇട്ട് കൊടുക്കുക. ജ്വല്ലറി മേക്കിങ്ങിൻ്റെ ഫ്രീ ക്ലാസ് നമ്മുടെ ചാനലിലുണ്ട് കേട്ടോ. പ്ലേലിസ്റ്റ് ആയിട്ട് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്രീ ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയും പഠിക്കാം. അപ്പോൾ അത് നമ്മൾ മെറ്റീരിയൽ ഇൻട്രൊഡക്ഷൻ മുതൽ ക്ലാസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ പ്ലേലിസ്റ്റിൽ കയറിയിട്ട് ഒന്ന് നോക്കിയാൽ മതി കേട്ടോ. നിങ്ങൾ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് വീഡിയോ കാണുന്നതെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരാം. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അതുപോലെ ഇതൊക്കെ ഇഷ്ടപ്പെടുന്ന നിങ്ങളുടെ ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ അവർക്കും കൂടി ഒന്ന് ഷെയർ ആക്കി കൊടുത്തോളൂ. ട്യൂബ് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലെ നല്ലോണം പിരിക്കണം. എന്നിട്ട് വേണം ലൂപ്പാക്കാൻ. അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ വളച്ച് ലൂപ്പാക്കുന്ന സമയത്ത് കമ്പി രണ്ടും കൂടിയിട്ട് രണ്ടായിട്ട് പോവും, പിളർന്ന് പോവും. അപ്പോൾ അതില്ലാതിരിക്കാൻ നമ്മൾ നല്ല രീതിയിൽ തന്നെ പിരിച്ചു കൊടുക്കണം കേട്ടോ. ഇനി ഇതുപോലെ ചുറ്റി കഴിഞ്ഞിട്ട് ബാലൻസ് കമ്പി കട്ട് ചെയ്ത് കളയാം. ഈ ഒരു കമ്മൽ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ തുടക്കക്കാരൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ചെയ്ത് നോക്കാൻ പറ്റിയൊരു മോഡലാണ്. ഇതുപോലത്തെ മോഡൽസൊക്കെ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ഐഡിയയ്ക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു കമ്മൽ എന്തായാലും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചെയ്തിട്ട് എങ്ങനെയുണ്ടെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ അടുത്ത വീഡിയോയുടെ അടിയിൽ കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നിങ്ങളുടെ കമൻറ്റുകൾ ഞാൻ പ്രതീക്ഷിക്കും കേട്ടോ, നിങ്ങൾ ചെയ്തു എന്നുള്ളതിൻ്റെ. അപ്പോൾ ഇത് നമ്മുടെ കമ്മൽ ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും ഈ ഒരു മോഡൽ ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ദിവസം നമ്മുടെ എംബ്രോയിഡറിയുടെ ക്ലാസ്സുമായിട്ട് കാണാം. അപ്പോൾ അതുവരെ എല്ലാവർക്കും ബൈ.